ടു റോയൽ ഗേൾ ലത്ര. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ലത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ടു സം ഓഫ് റോയൽ ഗേൾ ലത്രാസ് അൺബോക്സിംഗ് വീഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് അൺബോക്സിംഗ് അല്ല, 2 അൺബോക്സിംഗ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അൺബോക്സിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വെറും 10 days കൊണ്ട് 1556 സബ്സ്ക്രൈബേഴ്സ് ആയി. ചില കുറുക്കന്മാരൊക്കെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിൽ പോവാം. പക്ഷെ വീണ്ടും അൺബോക്സിങ്ങിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ ഹായ്, ഞാനാണ് ലവിത്ര. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക, പിന്നെ കമൻസിൽ എനിക്ക് ഹാർട്ട് കൊടുത്തരാ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഗൈസ്, നമുക്ക് 2 പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് റിയൽ ഷെൽസ് ഉണ്ട്, അപ്പം നല്ല കൂളായിരിക്കും. പിന്നെ നമുക്ക് ഫെയറി ഫാന്റസീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതാണ് തുറക്കാൻ പോണത്. മാത്രമല്ലാതെ ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ്. ഈ 2 പ്രോഡക്റ്റ്സും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. താഴെ വന്നിട്ട് നേരെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരെണ്ണമാണ് അൺബോക്സ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫെയറി പിക്ചർ ടെംപ്ലേറ്റ്സ്, അത് 3 ഉണ്ട്, നല്ല രസമായിരിക്കും. പിന്നെ സാൻഡ്, എത്ര കളർ സാൻഡ് ഉണ്ട്? 6 കളർ സാൻഡ്സ് ഉണ്ട്. പിന്നെ സീക്വൻസ് 4 പിന്നെ പശ 1, പിന്നെ സ്പാച്ചുല അത് 1, പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് എത്ര രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് ജസ്റ്റ് 300 rupees, 299 rupeesന് കിട്ടുന്ന ഒരു ടോയ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 4 ഷെൽഫ് ഉണ്ട്. ഷേപ്ഡ് ബോർഡ് കട്ടൗട്ട്സ് 6 ഉണ്ട്. പശ 1 ഉണ്ട്. പിന്നെ മാഗ്നറ്റ് ഷീറ്റ്സ് 1 ഉണ്ട്. പിന്നെ കളേർഡ് സാൻഡ് 2 ഉണ്ട്. പിന്നെ അവസാനം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ 1 ഉണ്ട് എന്തായാലും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്, സോ മച്ച് ആൻഡ് ഐ മീൻ ഇറ്റ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ടിയിട്ടുണ്ട്. എനിക്ക് തറക്കുമ്പോൾ എന്താ ഒരു സുഖം പോലെ തോന്നുന്നു. ഗൈസ്, നമ്മൾ ഓപ്പണിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ വിശ്വസിക്കില്ല ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന്. നിങ്ങൾ വിശ്വസിക്കില്ല ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വാവ്, നമുക്ക് അതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വാവ്, ഐ മീൻ ഇറ്റ്, വാവ്. നിങ്ങളെന്നെ നോക്കി, ഇതിനെന്ത് ഭംഗിയാ, എന്തൊരു ബ്യൂട്ടിഫുൾ കാണാനായിട്ട്. ഇതെന്തായാലും ഞാൻ ആദ്യം ചെയ്യും. പിന്നെ നമുക്കുള്ളത് വാവ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മളുടെ എന്താ സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് മദർ പോലത്തെ ഒരു പിക്ചറാണ്. നമ്മൾക്ക് അതിൻ്റെ കൂടെ ഒറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളത് ഒരു പേർപ്പിൾ സീക്വൻസിൻ്റെ ഒരു കവറുണ്ട്. നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്. പിന്നെ ബ്ലൂ, വൺ ഓഫ് മൈ ഫേവറേറ്റ് കളേഴ്സ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. പിങ്കും ബ്ലൂവും പേർപ്പിളും. പിന്നെ നമുക്ക് ഓറഞ്ച് സീക്വൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സാൻഡ്സ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ നമുക്ക് യെല്ലോ സാൻഡ് ഉണ്ട്, ഗ്രീൻ സാൻഡ് ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ റെഡും കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ബ്ലൂ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ നമുക്ക് ഗ്ലൂ ഉണ്ട് കേട്ടോ, ഗ്ലൂ. പിന്നെ നമുക്ക് നമ്മളുടെ സ്പാച്ചുലയും കൂടെ ഉണ്ട്, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോണത് ഓബ്വിയസ്ലി ഇതാണ്. അപ്പോൾ നമ്മളിതൊരു ഫ്ലാറ്റ് സർഫസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഗൈസ്, നമ്മൾ ആദ്യം ഹാർട്ടാണ് കേട്ടോ ചെയ്യണത്.
അപ്പോൾ നമ്മൾ നമ്മുടെ പശ എടുക്കാം, എന്നിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട ചോയ്സിനുള്ളൊരു കളർ എടുക്കാം. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇച്ചിരിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു ഹോളും വരുത്താതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഇവിടെ ഇല്ലേ, ഇവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും വെച്ചിട്ട് നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ സാൻഡ് അപ്ലൈ ചെയ്യണുണ്ട് കേട്ടോ. സാൻഡ് അപ്ലൈ ചെയ്തു. നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിനി ഇടാണ്, വീണ്ടും കുറച്ച് ഇതാണ്. ഓക്കെ, കണ്ടോ, പിന്നെ ഇങ്ങനെ കുറച്ച് അരച്ചിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പുറത്ത് പോകണം നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് അകത്തോട്ടെടുത്ത് കളയാതെ യൂസ് ചെയ്യണം കേട്ടോ. ഗൈസ്, നമുക്കിനി കുഞ്ഞു കുഞ്ഞു സ്പേസ് ഉള്ള സ്ഥലത്തും കൂടെ ഇച്ചിരി ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ എക്സസ് ഉള്ള സ്പേസിലൊക്കെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സാൻഡ് എടുക്കാം. എന്നിട്ട് എല്ലാത്തിൻ്റെയും മുകളിൽ നിന്ന് നമുക്ക് നല്ലപോലെ ഇങ്ങനെ വീശി കൊടുക്കാം കേട്ടോ. അയ്യോ, വരുന്നില്ലല്ലോ. ഗൈസ്. ഓക്കെ, ഇനി വരും. ഓക്കെ, നമുക്ക് എല്ലാ സ്ഥലത്തും ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു സ്ഥലത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ഈ പിക്ചർ എടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പ്രൊജക്റ്റ് ഇങ്ങനെ കിട്ടും. നമ്മളിനി അവളുടെ ഹെയറാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഹെയറിന് നമുക്കൊരു ബ്ലോണ്ട് കളറാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് എന്തായാലും കട്ട് ചെയ്യാം. ഉണ്ടോ, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. മാളിൽ നിന്ന് തന്നെ കട്ടായി പോവാതെ സൂക്ഷിക്കണം. ഓക്കെ, നമുക്കിനി കുഞ്ഞതായിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കാം കേട്ടോ. ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ഥലത്ത് വയ്ക്കാം. ഇത് നമ്മളുടെ ഒരു പശ എടുക്കാം. നമ്മളുടെ പശ കുറച്ച് കൈ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫാരീസ് എന്തായാലും എൽഫിൻ്റെ ഒരു ഇയർ ആണല്ലേ. ഇതുവരെ നോട്ടീസ് ചെയ്തില്ല, പക്ഷെ ഇപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുൾ ഹെയറിൽ നമ്മളുടെ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്പാച്ചിൽ അങ്ങനെ എടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഗ്ലൂ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് നമ്മളുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മളുടെ ബാക്ക് സൈഡ് പുഷ് ചെയ്യാൻ ഫ്രണ്ട് സൈഡ്, സ്പ്രെഡ് ചെയ്യാൻ ബാക്ക് സൈഡ്. നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ നമുക്ക് ജസ്റ്റ് കൈ വെച്ച് വീശിക്കളാം. ഇനി നമുക്ക് നമ്മളുടെ ഒരു സാൻഡ് എടുക്കാം. നമ്മളിടുന്നുണ്ട് കുറച്ച് ഇങ്ങനെ ഇത്ര ഇട്ടിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൈ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. ഉണ്ടോ? നല്ല രസമായിട്ട് വരില്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ നമ്മൾ വീശി കൊടുക്കാം കേട്ടോ. ഹായ്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ട്രയൽ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹാർട്ടിൽ കുറച്ചായി. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റിയാണ്. ഓക്കെ ഗൈസ്, നമ്മളിനി നമ്മളുടെ ക്യൂട്ട് ഫ്രോക്കാണ് കേട്ടോ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഞാൻ ഏത് കളറാണെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മളുടെ ഗ്ലൂ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിരിച്ചേക്കാം. പുഷ് പുൾ ചെയ്യാനാണ് കേട്ടോ. പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും ഈ ടോപ്പ് തന്നെയാണ് നല്ലത്. അല്ല, ഈ ബോട്ടം തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ സ്ഥലം വെച്ച് ചെയ്യാം കേട്ടോ. ഇത് നല്ലപോലെ സ്പ്രെഡ് ആവത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എക്സസ് നമുക്കൊന്ന് കളയാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വേണ്ട ചോയ്സിന് നമ്മളുടെ ഒരു കളർ എടുക്കാം. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യണ പോലെ നമ്മളുടെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ വീശി കൊടുക്കാം കേട്ടോ. ഉണ്ടോ? നല്ല കളറല്ലേ? നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും പോയിട്ടുണ്ട്. തുടങ്ങുകയാണ്. മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യല്ല, എന്താ പറയണ, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടേക്ക് നമ്മൾ നല്ലപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്, ഒരു ഹാഷ്യമില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, വേണ്ടാത്ത സ്ഥലത്ത് കൈ വെച്ച് വീണ്ടും വീശി കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തെല്ലാം നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിനി എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ? ഓക്കെ ഗൈസ്, നമ്മൾ ഡൺ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി എല്ലാ സ്ഥലത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ? നല്ലപോലെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സ്ഥലത്ത് വെച്ചിട്ട് എപ്പോഴും ചെയ്യണ പോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട്
നമുക്ക് നല്ലപോലെ ഇത് ഇങ്ങനെ കണ്ടോ കൈ വെച്ചിട്ട് നല്ലപോലെ പാറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഷൂഷൊക്കെ ഇടാൻ പോവാണ്. കുറേ സ്ഥലത്ത് കുറേ പോയിട്ടുണ്ട്. നമുക്കിനി ഗമ്മ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും കണ്ടി ജസ്റ്റ് കൈ വെച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ പശ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ നമ്മൾ പെയിൻറ് പോലെ ചെയ്യാൻ പറ്റും. നല്ല ട്യൂബ് വാട്ടർ കളേഴ്സ് പോലെ ചെയ്യാൻ പറ്റണ ഒരു സാധനമല്ലേ ഇത്. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമുക്കിനി ഒരു സ്ഥലവും കൂടെ ചെയ്താൽ മതി. ചെയ്യുകയാണ് നമ്മുടെ ലാസ്റ്റ് കുറച്ചൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. കട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ എന്താ ഗ്ലൂവിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ പേർപ്പിൾ വെച്ച് ചെയ്ത പോലെ തന്നെ ചെയ്യണം കേട്ടോ. നല്ല പ്രിറ്റി കളറല്ലേ പിങ്ക്. ചുമ്മാ അല്ല എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ളത്. ഗൈസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് ടാപ്പ് ചെയ്യാം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, സൂപ്പർബായിട്ടുണ്ട്. അപ്പോൾ എക്സസ് സ്ഥലത്തൊക്കെ നമുക്കിത് വെച്ചിട്ട് കുത്തിക്കളയാം. നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ സീക്വൻസിൽ നടക്കുകയാണ്. നല്ലൊരു ബ്ലൂ സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഉള്ള ബെൽറ്റ് പോലത്തെ സാധനത്തിൽ ഫുള്ള് നമ്മൾ ബ്ലൂ സീക്വൻസ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മളുടെ സ്പെഷ്യൽ മാജിക് ബ്രഷ് എടുക്കാം. എന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് നമുക്ക് എന്തായാലും ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. ഹാർട്ട് ഓൾറെഡി സ്പ്രെഡാണ്. ഹാർട്ടിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളുടെ റിസ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്താണ് കേട്ടോ പോണത്. പതുക്കെ സ്ലോലി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പതുക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ പതുക്കെ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേക്ക് കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല പതുക്കെയാണ് കേട്ടോ. അമ്മച്ചി എനിക്ക് പേടിയാവണം ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഹാർട്ടിൽ കുറച്ചും കൂടെ സീക്വൻസ് നമ്മൾ നല്ലപോലെ സീക്വൻസ് വെക്കണമെങ്കിൽ നല്ലപോലെ. പക്ഷേ നമുക്കിനി നമ്മളുടെ സീക്വൻസ് എടുക്കാം. വെള്ളത്തെല്ലാം കളഞ്ഞിട്ടുണ്ട് പറ്റണമെങ്കിൽ. ഇനി നമുക്ക് നേരത്തെ എപ്പോഴും ചെയ്യണ പോലെ മുകളിലിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. കണ്ടോ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കട്ട് ചെയ്യാണ്. കണ്ടോ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നേരത്തെ പോലെ തന്നെ സ്പ്രെഡ് ചെയ്യാം അല്ലേ. സ്പ്രെഡ് ചെയ്യല്ല, നമ്മൾ ഓരോന്നിങ്ങനെ പൊക്കി തയ്ക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്തീനെടുത്ത് പൊക്കി ചെയ്തിങ്ങനെ ഇങ്ങനെ വയ്ക്കാം. അയ്യോ പോടേ. ഓക്കെ ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ വയ്ക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് ഓക്കെ ഇങ്ങനെ വയ്ക്കാം. കണ്ടോ നമുക്കിനി ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ നല്ല ഗ്ലിറ്ററി അല്ലേ ഗൈസ്, നല്ല ഗ്ലിറ്ററിയാണ് ഗൈസ്. If you are a glitter fan, comment below.
സ്റ്റിക്കാണ് എന്താണെന്ന് അറിയില്ല, നല്ല സ്റ്റിക്ക് ചെയ്യാൻ നോക്കുകയാണ് ഈ ഒരു പിക്ചർ. ഓക്കെ ഗൈസ്, സ്റ്റിക്കായിട്ടുണ്ട്, കണ്ടോ? നല്ല ഭംഗിയായിട്ടില്ലേ? എക്സസ് നമുക്കൊന്ന് തട്ടി നോക്കാം. കുറേ എക്സസ് ഉണ്ടായിരുന്നു ഗൈസ്, കണ്ടോ? ഇത്ര എക്സസ് ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ പശ അടിയിട്ടുണ്ട് രണ്ട് സൈഡിലും, കണ്ടോ? രണ്ട് സൈഡിലും അടിയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ പശ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രസമില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യണത്? നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണം കാണുമ്പം ഭയങ്കര സാറ്റിസ്ഫൈങ്, ഭയങ്കര ഓഡ്ലി സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിൽ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളില്ലേ ഈ ഒരു നല്ല ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യണ തോന്നുന്നല്ലേ? കണ്ട, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഗൈസ്, സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കമൻസിൽ പറയാം ഇത് നല്ല രസമുണ്ടല്ലോ, ഇത്ര നല്ല രസമുണ്ട്, നീ വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്യും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പിന്നെ ചെയ്യാതിരുന്ന മോശമല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മുടെ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അയ്യോ ഗൈസ്, വീണ്ടും അടഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. ഗൈസ്, നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് നമ്മൾ സൈഡിൽ നല്ല എടുത്തിട്ട് അകത്തിങ്ങനെ അച്ചു കൊടുക്കാം. ഉണ്ടോ? ഓക്കെ ഗൈസ്, നമ്മൾ സൈഡിൽ നിന്നെല്ലാം പുഷ് ചെയ്തു അകത്തോട്ട്. എല്ലാം ചെയ്തില്ല, പക്ഷെ ചെയ്യാൻ പോവാണ്, ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഡൺ ആണ് ഗൈസ്. കണ്ടോ? നമ്മൾ അകത്ത് പുറത്ത് നെല്ലാം എടുത്ത് അകത്തോട്ട് ഇടുകയാണ്. കണ്ടോ? നമുക്കെല്ലാം അകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതെല്ലാം പുഷ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇടുന്നതാണ് എൻ്റെ ഒരു പണി അല്ലേ? അങ്ങനെയില്ലേ ഒരു കറക്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും എങ്ങനെയെങ്കിലും പറ്റണ പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ വിങ്സിൻ്റെ ഔട്ട്ലൈനിങ് പോലത്തെ സാധനമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ ഗ്രീൻ സാൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഗ്രീൻ സാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പശ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കുഞ്ഞു സ്പേസസിൽ ഇങ്ങനെ പശ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തും കൂടെ നമുക്ക് കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഗൈസ്, നമുക്കിനി ഗ്രീനിൻ്റെ സാൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. നമുക്കിനി എക്സസ് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ ഇനി ഇവിടെ എല്ലാം നമ്മൾ സാൻഡാണ് കേട്ടോ കൊടുക്കാൻ പോകണം. അപ്പം നമ്മൾ ഇവിടെ ഓൾറെഡി പശ വെച്ച് ഫില്ല് ചെയ്തു. ഈ ഇവിടെയും കൂടെ ചെയ്യാം. കുറച്ച് പശ കൊടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പശ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. എല്ലാം കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ ഷെയ്ഡ് എടുക്കാം. അപ്പോൾ ഞാൻ റെഡാണ് എടുത്തിട്ടുള്ളത്.
ഗൈസ് നമ്മൾ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. റെഡ് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ. ഓക്കെ ഗൈസ്, ഹാർട്ടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കാര്യം അതേ കളറാണ്. ഇനി നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെയ്താലോ ഗൈസ്. നമ്മളിനി ഇവിടെ രണ്ട് സ്ഥലത്തും ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പശ വെച്ചിട്ട് രണ്ട് സ്ഥലത്തും ഒരു വലിയ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബ്രഷ് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കളേർഡ് സാൻഡ് നമ്മൾ എടുത്തിട്ട് ഇടാണ്. അപ്പോൾ അതിനെല്ലാത്തിനും മുമ്പേ നമ്മൾ രണ്ട് സൈഡ് നല്ലപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പശ വെച്ചിട്ട് കുറച്ചും കൂടെ പശ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പശ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കളേർഡ് സാൻഡ് എടുത്തിട്ട് മുകളിലിടാൻ കേട്ടോ. നമ്മളുടെ കളേർഡ് സാൻഡ് എടുത്തിട്ട് മുകളിലിടാൻ കേട്ടോ. ഇനി നമ്മൾ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കഴിച്ചിട്ട്. അതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്യാം കേട്ടോ. മാജിക്. ഓക്കെ ഗൈസ്, നല്ല മാജിക് ആയിരുന്നു കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മളുടെ വേറെ കളർ സാൻഡ് ആണ്, അത് ലാസ്റ്റ് വൺസ് ആണ് കേട്ടോ. ഗൈസ് നമുക്കിനി ഇവിടെയും കൂടെ പശ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ ബ്രഷ് എടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളുടെ കളേർഡ് സാൻഡ് എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ റയറസ്റ്റ് വണ്ണാണ്, നമ്മൾ ഇതുവരെ യൂസ് ചെയ്യില്ലാത്തതുകൊണ്ട് റയറസ്റ്റ് വണ്ണാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോഴേക്കും നമ്മളുടെ കളേർഡ് സാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. വാ, നല്ല കളറല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ നല്ലപോലെ ഒന്നും കൂടെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാജിക്കൽ മൊമെന്റ്. നമ്മളുടെ ഫസ്റ്റ് വൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടോ. ഒരു സെക്കൻഡ്, നമ്മളുടെ ബോക്സ് നമ്മൾ എടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഞാൻ ഉണ്ടാക്കിയതാണോ അതോ ഈ ബോക്സിൽ കാണിക്കണതാണോ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. Which one is better? Comment my little ones. Okay guys, നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ. നിങ്ങൾക്കില്ലേ എന്താ ഇഷ്ടപ്പെട്ടെ? ഇത് നമ്മൾ ആദ്യം ചെയ്തത്, ഇത് നമ്മൾ രണ്ടാമത് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ ഏതായിരുന്നു ഇഷ്ടപ്പെട്ടത്? കമൻറ്റ് ചെയ്യണം. എനിക്കിതിൽ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. ഇതൊരു ഭയങ്കര വലിയ ലോങ് വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് പാർട്ട് 2 ആണ് ചെയ്യേണ്ടത്. നമ്മൾ എന്തായാലും നമ്മളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എന്തായാലും നമ്മൾ മിസ് ഔട്ട് ചെയ്യാതെ എന്തായാലും ഈ വീഡിയോ വ്ളോഗ് ചെയ്തേക്കും. സോറി ഗൈസ് സോ മച്ച്. ഓക്കെ ഗൈസ്, എൻ്റെ തൊട്ട് നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആയിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഇത് രണ്ടും വെച്ചിട്ട് ഒരു മാജിക് കാണിച്ചിട്ടെ. ബാ, come on guys, come on. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് മേക്ക് ചെയ്യണതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റ്ലി 1 വർഷം മുമ്പേ ചെയ്തതാണ് ഗൈസ്. ഇതെന്തായാലും നല്ല ഫണ്ണാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് ഉണ്ടാക്കണം കാണണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഐ ബെഗ് യു. ഞാൻ പുതിയത് വാങ്ങിച്ച് എന്തായാലും ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫോം ഷീറ്റില്ലേ,
നല്ല സ്ക്വിഷി ആയിട്ടുള്ള ഫോം ഷീറ്റ്, ബ്ലൂ ഫോം ഷീറ്റ് കിട്ടി. അപ്പോൾ അത് കട്ട് ചെയ്ത് ഹാർട്ട് പിന്നെ 2 ഫിഷിൻ്റെയും ഫേസ് വരച്ച് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചാണ് കേട്ടോ. എന്തായാലും നല്ല രസമില്ലേ? ബാ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ പിക്ചേഴ്സ് ഇവിടെ ഉണ്ടല്ലേ, അതിൻ്റെ ബാക്കിൽ ഞാൻ നമ്മളുടെ ഗ്ലൂ ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള ഷീറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതൊരു സ്ഥലത്ത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലോ? നമ്മളിത് എടുക്കാൻ പോവാണ്. എടുക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഹാർഷായിട്ട് സ്ക്വിഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഗൈസ്, നമുക്കിനി ഇത് പതുക്കെ എടുക്കാം. വാവ്, പെർഫെക്ഷൻ. രണ്ടാമത്തെ എടുക്കാം. പെർഫെക്റ്റ്. രണ്ടാമത്തേത് എടുക്കാം ഗൈസ്. നമ്മൾ 2 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒട്ടിക്കാം കേട്ടോ. കണ്ടോ, നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ പിക്ചർ അവിടെ ഒട്ടിപ്പോവും ഗൈസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ലപോലെ നമ്മൾ സ്ക്വിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. നിങ്ങൾ തന്നെ വാച്ച് ചെയ്യാം. അയ്യോ ചാടിപ്പോയി. നല്ല സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു. നമുക്ക് ഇത് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അടുത്തടുത്ത് ഒട്ടിക്കാം കേട്ടോ. രണ്ടുപേരും ഒരേ അടുത്ത് തന്നെ നിൽക്കണം. കാണുമ്പോൾ നമുക്കൊരു സ്വീറ്റ്നെസ് തോന്നിട്ടില്ല. 2 ഒട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല രസമില്ലേ ഗൈസ്? നമ്മളുടെ വീഡിയോ ഇവിടെ എന്തിയാണ്, പക്ഷെ നമ്മൾ എന്തായാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സിൻ്റെ ഒരു പാട്ട് വിടും കേട്ടോ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. മാത്രമല്ലാതെ നമ്മളുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. പക്ഷെ ഞാൻ പോണതിനെല്ലാം മുമ്പേ അവിടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻസിൽ എനിക്കൊരു ഹാർട്ടും കൂടെ തരാം.